വാർത്ത. മാനന്തവാടിയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്. കർണാടകയിലേക്ക് കൊണ്ടുപോകും. ജിൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ജിൻസ്, ഉത്തരവിറങ്ങിയോ? എന്താണ് അധികൃതരുടെ നീക്കം? നിലവിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കർണാടകയിലെ വനംവകുപ്പിന്റെ ഒരു സഹായം കൂടെ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു സഹായത്തിനായി തേടും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുത്തങ്ങിയിൽ നിന്നും കുങ്കിയാനകളെ അടക്കം ഇവിടെ എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എന്തായാലും ഉടനെ തന്നെ മറ്റുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാരണമാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഏകദേശം 6 മണിക്കൂർ ഈ കാട്ടാന പിന്നിട്ടു. ഈ പ്രദേശത്ത് തന്നെയാണ് നിലവിൽ ഈ മാനന്തവാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ വയലിലാണ് ഈ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. 2 മണിക്കൂറായി ഈ ആന ഇവിടെ നിന്നും മാറിയിട്ടില്ല. എന്തായാലും ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലായിരുന്നു. പ്രദേശവാസികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആളുകളോട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ദൗത്യത്തിനായി ഉത്തരമേഖല CCF KS ദീപ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനെ അല്പസമയത്തിനകം മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സാന്നിധ്യം ഉൾപ്പെടെ വേണ്ടിവരും. ആരാണ് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം അറിയാമോ? അങ്ങനെ ഈ ദൗത്യത്തിന് ആര് നേതൃത്വം നൽകുമെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഉത്തരവിലുണ്ടോ? നിലവിൽ ആ ഉത്തരവ് നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം ഉത്തരവ് ലഭിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് നേതൃത്വം നൽകുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഇതിൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ഈ സ്ഥലത്ത് അവിടെ വെച്ച് മയക്കുവെടി വെക്കുക എന്നത് എത്രമാത്രം സാധ്യമാണ്? അതോ ഏതെങ്കിലും ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മയക്കുവെടി വെക്കുക എന്നതാണോ? എന്താണ് നീക്കം എന്നത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടോ? നിലവിൽ ഈ പ്രദേശത്ത് തന്നെ വെച്ചായിരിക്കും മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി ചുറ്റുപാടും ജനവാസ മേഖലയും അതുപോലെ തന്നെ മറ്റ് ടൗണും പ്രദേശങ്ങളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത് പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വെച്ചായിരിക്കും ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം നടത്തുക. ഈ കർണാടക വനം വകുപ്പിന്റെ സഹായം വേണമെങ്കിൽ തേടുമെന്നതാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് അതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കുക? ഇനിയിപ്പോൾ ഇന്ന് പകൽ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുക, ജനങ്ങൾ പരിഭ്രാന്തരാണ്, അവർ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ആയിരിക്കുമോ നീക്കം? തീർച്ചയായും നിലവിൽ ഈ നഗരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടന അനുസരിച്ച് ഇതിനെ തിരികെ വനത്തിലേക്ക് തുരത്തുക എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവിലേക്ക്, ഒരു നീക്കത്തിലേക്ക് വനം വകുപ്പ് എന്തായാലും കടന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെ പിടികൂടിയാൽ ഈ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കർണാടക വനം വകുപ്പിന്റെ അധികൃതരുമായി ഇപ്പോൾ സംസാരിക്കുകയുണ്ടായത്. എന്തായാലും അവരുടെ സഹായം തീർച്ചയായും വേണ്ടിവരും എന്നുള്ളതാണ്. എന്തായാലും ഇതിനെ കർണാടകയിലെ ഈ നേരത്തെ പിടികൂടിയ ഈ സ്ഥലത്തേക്ക് അസനിലേക്ക് തന്നെ മാറ്റും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കർണാടകയിലെ വനം വകുപ്പും ഈ ദൗത്യത്തിൽ പങ്കുചേരും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനമായിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. വേണമെങ്കിൽ കർണാടക വനം വകുപ്പിന്റെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും മയക്കുവെടി വെക്കുക എന്ന ഒരു കാര്യം കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്